നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബജറ്റിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ലഹരി കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട വിഷയം ഭരണപക്ഷത്തും നുരഞ്ഞു പൊന്തുന്നു. ഇന്നലെ മുതിർന്ന നേതാവ് വി.എം. സുധീരൻ വിമർശിച്ചതിന് പിന്നാലെ ഇന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും വിഷയത്തിൽ പ്രതികരണവുമായി എത്തി. വേണ്ടത്ര കൂടിയാലോചന ഇല്ലാതെയാണ് ഈ തീരുമാനം ബജറ്റിൽ പ്രഖ്യാപിച്ചത് എന്നതാണ് പ്രധാന ആരോപണം. എക്സൈസ് മന്ത്രി M. ലിജുവുമായി ഇക്കാര്യത്തിൽ ആശയവിനിമയം ഉണ്ടായില്ല എന്നും ആരോപണം ഉയർന്നിരുന്നു. വീര്യം കുറഞ്ഞ മദ്യവുമായി ബന്ധപ്പെട്ട വിവാദം കത്തുന്നതിനിടെ മന്ത്രി M. ലിജു മുഖ്യമന്ത്രി വി.ഡി. സതീശനുമായി കൂടിക്കാഴ്ച നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. മുതിർന്ന കോൺഗ്രസ് നേതാവ് വി.എം. സുധീരൻ മുഖ്യമന്ത്രിക്ക് ഈ വിഷയത്തിൽ തുറന്ന കത്തെഴുതി. വീര്യം കുറഞ്ഞ മദ്യത്തിന് അനുമതി നൽകുന്നത് UDFന്റെ പ്രകടന പത്രികയ്ക്ക് വിരുദ്ധമാണെന്നും സുധീരൻ ചൂണ്ടിക്കാട്ടി. ഉയർന്ന ആശങ്ക സർക്കാർ ദൂരീകരിക്കണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതികരിച്ചു. ഇക്കാര്യത്തിൽ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്. സർക്കാർ എടുക്കുന്ന നടപടികളിൽ ആർക്കെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ പാർട്ടി തലത്തിൽ ചർച്ച ചെയ്യും. വിമർശനങ്ങളിൽ പങ്കുചേരാൻ ഉദ്ദേശിക്കുന്നില്ല. നയപരമായ കാര്യങ്ങളെല്ലാം പാർട്ടി തലത്തിലും ചർച്ച ചെയ്യണമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ഇതിനിടെ KCBC മദ്യവിരുദ്ധ സമിതി അടക്കമുള്ളവരും കടുത്ത വിമർശനവുമായി രംഗത്ത് വന്നു. മദ്യപാനത്തിന് പരിശീലനം നൽകുന്നതിന് തുല്യമാണ് ഇത്തരം മദ്യം ഇറക്കുന്നതെന്ന് മദ്യവിരുദ്ധ സമിതി ആരോപിച്ചു. ഇതോടെ ഈ വിഷയത്തിൽ സർക്കാർ പ്രതിരോധത്തിലായിരിക്കുകയാണ്. UDFിൽ പൊതുവെയും ഈ വിഷയത്തിൽ വിയോജിപ്പുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. കുമരകം ചുളഭാഗം സ്വദേശിയായ യുവാവിന്റെ മരണം ഭക്ഷ്യവിഷബാധയെ തുടർന്നെന്ന സംശയം. കുമരകം 3-ാം വാർഡിൽ പള്ളിക്കൂടം പറമ്പിൽ പരേതനായ സാലിയുടെ മകൻ ജ്യോതിഷാണ് ഇന്ന് കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. ഗൾഫിൽ നിന്ന് അവധിക്കെത്തിയ കുമളി സ്വദേശികളായ 3 യുവാക്കളും കുമരകം സ്വദേശികളായ 4 യുവാക്കളും ഹൗസ് ബോട്ട് യാത്രയ്ക്കിടെ അയ്മനം 900 ഭാഗത്തുള്ള ഒരു ഷാപ്പിൽ നിന്ന് മീൻകറിയും കള്ളും വാങ്ങി ഹൗസ് ബോട്ടിൽ ഇരുന്ന് കഴിച്ചിരുന്നു. ഇവരിൽ 5 പേർക്കാണ് വയറിളക്കവും വയറുവേദനയും ഛർദിയും ഉണ്ടായത്. ഇവരിൽ ഒരാളാണ് മരിച്ചത്. മറ്റുള്ളവർ ചികിത്സയിലാണ്. നിയമസഭയിൽ സംസാരിക്കാൻ പ്രതിപക്ഷ അംഗങ്ങൾക്ക് സ്പീക്കർ അധിക സമയം നൽകുന്നുവെന്നാരോപിച്ച് മന്ത്രി AP അനിൽകുമാർ രംഗത്ത്. പകർച്ചപ്പനിയുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയ നോട്ടീസിന് പിന്നാലെയുള്ള വാക്കൌട്ട് പ്രസംഗത്തിലാണ് അധിക സമയം അനുവദിച്ചുവെന്ന ആരോപണം ഉയർന്നത്. പ്രതിപക്ഷ നേതാവിന് 15 മിനിറ്റും രണ്ടാം കക്ഷിയുടെ നേതാവിന് 7 മിനിറ്റും സംസാരിക്കാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അനുമതി നൽകിയെന്നാണ് മന്ത്രിയുടെ പരാതി. കഴിഞ്ഞ സർക്കാർ 10 മിനിറ്റാണ് നൽകിയിരുന്നതെന്നായിരുന്നു പരാതി. എന്നാൽ മന്ത്രിയുടെ ആരോപണങ്ങൾ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തള്ളി. പ്രതിപക്ഷ നേതാവ് 12 മിനിറ്റും K. രാജൻ 5 മിനിറ്റും മാത്രമാണ് സഭയിൽ പ്രസംഗിച്ചതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിൽ CBIക്ക് പ്രോസിക്യൂഷൻ അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട കോടതിയലക്ഷ്യ കേസിൽ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷ് ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരായി നിരുപാധികം മാപ്പപേക്ഷിച്ചു. നിരന്തരം ഉത്തരവുകൾ അവഗണിച്ചതിന് കോടതിയുടെ രൂക്ഷ വിമർശനം നേരിട്ടതിന് പിന്നാലെയാണ് ഉദ്യോഗസ്ഥൻ രേഖാമൂലം മാപ്പപേക്ഷ നൽകിയത്. കോടതി ഉത്തരവ് വായിച്ചാൽ മനസ്സിലാകില്ലേ എന്ന് മുഹമ്മദ് ഹനീഷിനെ പരിഹസിച്ച ഹൈക്കോടതി നിരന്തരം കോടതി ഉത്തരവുകൾ അവഗണിച്ചതായും ചൂണ്ടിക്കാട്ടി. ഇന്ന് നടത്താനിരുന്ന കീം പരീക്ഷാഫല പ്രഖ്യാപനം മാറ്റിവെച്ചു. CBSE +2 പുനർമൂല്യനിർണ്ണയ മാർക്ക് കൂടി പരിഗണിച്ച് റാങ്ക് ലിസ്റ്റ് പുനഃക്രമീകരിച്ച ശേഷമായിരിക്കും പുതിയ തീയതിയിൽ ഫലപ്രഖ്യാപനം നടത്തുക. CBSE +2 പുനർമൂല്യനിർണ്ണയ പരീക്ഷാഫലം ഇന്നലെ രാത്രിയോടെയാണ് പ്രഖ്യാപിച്ചത്. പുതുക്കിയ തീയതിയും മാർക്ക് സമർപ്പിക്കേണ്ട അവസാന സമയവും ഉടൻ പ്രഖ്യാപിക്കും. മാസപ്പടി കേസിൽ CMRL ചീഫ് ജനറൽ മാനേജർ സുരേഷ് കുമാർ EDക്ക് മുന്നിൽ ഹാജരായി. കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ T. വീണയ്ക്ക് ഏതൊക്കെ സേവനങ്ങൾ നൽകിയിട്ടുണ്ട്, തങ്ങളുടെ കമ്പനിക്ക് എന്തൊക്കെ സേവനങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് സുരേഷ് കുമാർ നേരത്തെ SFOയ്ക്ക് മൊഴി നൽകിയിരുന്നു. CMRL കമ്പനിയിലെ മറ്റു ഉദ്യോഗസ്ഥരെയും അടുത്ത ദിവസങ്ങളിൽ ED ചോദ്യം ചെയ്യും. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ടുള്ള പൊതു താൽപര്യ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി. പ്രിയദർശിനി പദ്ധതി സർക്കാരിന് തുടരാമെന്ന് കോടതി വ്യക്തമാക്കി. ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യതയ്ക്കുള്ള അവകാശമായ 14-15 അനുച്ഛേദങ്ങളുടെ ലംഘനമുണ്ടെന്ന് ഹർജിക്കാരൻ ആരോപിച്ചിരുന്നു. എന്നാൽ ഭരണഘടനാ വിരുദ്ധത തെളിയിക്കാനായില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി ഹർജി തള്ളിയത്. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുക എന്ന UDFന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നടപ്പിലാക്കുന്നതിൽ കാലതാമസം വരില്ലെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ക്ഷേമ പെൻഷൻ അർഹരായവരിലേക്ക് എത്തുന്നതിന് വേണ്ടി മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തി പുതിയ സംവിധാനം സർക്കാർ ഗൗരവതരമായി ആലോചിക്കുന്നുണ്ടെന്നും നിയമസഭയിലെ ചോദ്യോത്തരവേളയിൽ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. കൊച്ചിയിൽ അറ്റകുറ്റപ്പണി നടക്കുന്ന കപ്പലിന് തീപിടിച്ചു. വൈപ്പിൻ കാളമുക്കിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ കപ്പൽ യാർഡിലാണ് തീപിടുത്തമുണ്ടായത്. തീപിടിക്കുന്ന സമയത്ത് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ജീവനക്കാർ ചാടി രക്ഷപ്പെട്ടു. സംഭവത്തിൽ ആർക്കും പരിക്കില്ല. ഇന്ന് പുലർച്ചെയാണ് സംഭവം. അയോധ്യ രാമക്ഷേത്രത്തിലെ സാമ്പത്തിക ക്രമക്കേട് സംബന്ധിച്ച് അന്വേഷണം തുടരുന്ന സാഹചര്യത്തിൽ
ഭാരവാഹികളും ക്ഷേത്ര ജീവനക്കാരും അയോധ്യ വിട്ടുപോകരുതെന്ന് SIT നിർദ്ദേശം. ക്ഷേത്രത്തിൽ കാണിക്കയായി ലഭിച്ച സ്വർണം, വെള്ളി, രത്നങ്ങൾ എന്നിവയിൽ വൻ ക്രമക്കേട് നടന്നതായാണ് കണ്ടെത്തൽ. 200 കോടി മുതൽ 1400 കോടി വരെ രൂപയുടെ ക്രമക്കേട് നടന്നതായാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നമസ്കാരം. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.